എപ്പിസോഡ് തുടങ്ങുന്നതന്നെ നമ്മളുടെ ജിയാങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. അവനാണെങ്കിൽ അവിടെ നിൽക്കുന്ന എല്ലാവരും പറയും നിങ്ങൾ ആരും ഇന്ന് ജീവനോടെ പോകത്തില്ല എന്ന്. അങ്ങനെ അവൻ അവിടെ ഉള്ളവരെല്ലാം നല്ലതുപോലെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. അവിടെ ഉള്ള ഒരുത്തിനടുത്ത് ചോദിക്കും നമ്മുടെ സിയോങ്ങിന് എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ അവൻ പറയും സോളിന്റെ ദേഹത്തുണ്ടായിരുന്ന വേം ഇപ്പോൾ നമ്മുടെ സിയോങ്ങിന്റെ ദേഹത്താ ഉള്ളത്, അതെങ്ങനെയാ വന്നതെന്ന് അവനും അറിയത്തില്ല എന്ന്. ഇത് കേട്ടുടനെ തന്നെ നമ്മുടെ ജിയാങ് അവനെ അങ്ങ് കൊന്നുകളയും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ആ ഗുരുജിയാണെങ്കിൽ സിയോങ്ങിനെ ചികിത്സിക്കുന്നതാ. അപ്പോൾ അയാൾ പറയും സിയോങ്ങിന്റെ അവസ്ഥ ഇപ്പോൾ ഭയങ്കര മോശമാണ്, അവനെ രക്ഷിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന്. എന്താ സംഭവിച്ചെന്ന് ഇവിടെ ആർക്കും തന്നെ കറക്റ്റായിട്ട് അറിയത്തില്ല. അവിടെ അവർ സംസാരിക്കുന്നത് തന്നെ സിയോങ്ങിന്റെ അച്ഛനെങ്ങാണം ഇവൻ എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എങ്ങും വെച്ചേക്കത്തില്ല, എല്ലാവരും കൊന്നു കളയൂ എന്നൊക്കെയാ. നമ്മളുടെ സിയോങ്ങിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനി അവസാനമായിട്ട് ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ, അത് സക്സസ് ആവോ ഇല്ലയെന്ന് തന്നെ ആർക്കും അറിയത്തില്ല എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മളുടെ ജിയാങ് ആണെങ്കിൽ ജിന്നിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. ജിയാങ് നല്ല ദേഷ്യത്തിലായിരുന്നു. അവനാണെങ്കിൽ ആ വരുന്ന വഴിയിലുള്ള എല്ലാ ആൾക്കാരെയും അടിച്ചു തെറിപ്പിച്ചിട്ടാണ് വരുന്നത്. ജിന്നു ആണെങ്കിൽ നമ്മളുടെ ജിയാങ്ങിനോട് ഫൈറ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളുടെ ജിയാങ് വന്നിട്ട് പറയും എന്തൊക്കെയായിരുന്നാലും ഇന്ന് ജിന്നിനെ കൊണ്ടല്ലാണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല എന്ന്. അവിടേക്ക് എല്ലാ സൈനികരും എത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ക്രൗൺ പ്രിൻസും വരും. ക്രൗൺ പ്രിൻസിനെ കാണുന്നതും ജിയാങ് ക്രൗൺ പ്രിൻസിന്റെ കഴുത്തിലായിട്ട് വാള് വയ്ക്കും. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും നമ്മുടെ ജിയാങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ വരും. അവിടെയായിട്ട് നമ്മുടെ പാർക്കില്ലേ അയാളുടെ സൈനികരുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറയും ഞാനും ജിയാങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വന്നിരിക്കുന്നത് എന്ന്. അവിടെയായിട്ട് നമ്മുടെ ക്രൗൺ പ്രിൻസ് പറയും നീ എന്നെ ഒന്ന് വിശ്വസിക്കും, ഞാൻ എന്തായിരുന്നാലും ഉടനെ ജിന്നിനെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വരാമെന്ന്. ഇത് കേട്ടിട്ട് നമ്മളുടെ ജിയാങ് അതിന് സമ്മതിക്കും. നമ്മുടെ ക്രൗൺ പ്രിൻസ് ആണെങ്കിൽ ജിന്നിൻ്റെ അടുത്ത് വന്നിട്ട് പറയും നിങ്ങൾ എന്തിനാണ് സിയോങ്ങിന്റെ ദേഹത്തായിട്ട് ആ വേമിനെ ആഡ് ചെയ്തത് എന്ന്. എന്നാൽ ഇവിടെ ജിന്നു പറയും ഞാൻ സിയോങ്ങിനെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ആ വേമിനെ ആഡ് ചെയ്തത് സോളിന്റെ ദേഹത്ത് മാത്രമാണ്, അതെങ്ങനെ അവന്റെ ശരീരത്തിൽ എത്തിയെന്ന് എനിക്കറിയത്തില്ല. അവിടെ നമ്മുടെ ക്രൗൺ പ്രിൻസ് പറയും നിങ്ങൾ അവനെ രക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സിയോങ്ങിന്റെ ഫാമിലി വന്ന് നിങ്ങളെ എല്ലാവരെയും കൊന്നുകളയും, അത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പോകുമ്പഴി ചെയ്തേ പറ്റത്തുള്ളൂ. ഇവിടെ ഇയാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് വേറെ ആരുമല്ല നമ്മളുടെ ജിന്നിന്റെ ആ ഒരു ഫാമിലിയിലെ, അതായത് ബൂയോങ്ങിന്റെ അമ്മ, അവർക്ക് മാത്രമേ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ നമ്മളുടെ ജിന്നാണെങ്കിൽ ഒന്നും നോക്കാണ്ട് ബൂയോങ്ങിന്റെ അമ്മയെടുത്ത് വന്നിട്ട് ക്ഷമയൊക്കെ ചോദിച്ചിട്ട് ഹെൽപ്പ് ചെയ്യൂ എന്ന് ചോദിക്കും. എന്നാൽ നമ്മുടെ ബൂയോങ്ങിന്റെ അമ്മ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആവത്തേ ഇല്ല. അവിടെയായിട്ട് നമ്മുടെ ആ ജിന്ന് പറയും എന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഈ ഫാമിലിയിലെ ഒരു മെമ്പർ അല്ലേ, യഥാർത്ഥത്തിൽ ബൂയോങ്ങിന്റെ അമ്മയുടെ സ്റ്റെപ്പ് ബ്രദറാണ് കേട്ടോ നമ്മുടെ ഈ ജിന്നെന്ന് പറയുന്നത്. അയാൾ അങ്ങനെ പറയുന്നതും നമ്മുടെ ബൂയോങ്ങിന്റെ അമ്മയ്ക്ക് വേറൊരു മാർഗ്ഗം ഇല്ലാണ്ട് അവർ പറയും ഓക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന്. അങ്ങനെ ജിന്നാണെങ്കിൽ നമ്മളുടെ ജിയാങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് വരും. അത് നമ്മളുടെ ബൂയോങ്ങിന്റെ അമ്മേനെയും കൂട്ടിയിട്ടാണ് വരുന്നത്. എന്നിട്ട് പറയും സിയോങ്ങിനെ രക്ഷിക്കാനുള്ളൊരു മാർഗ്ഗം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന്. അവിടെ ബൂയോങ്ങിന്റെ അമ്മയും പറയും ഓക്കെ ഞാൻ ഇവനെ സഹായിക്കാൻ റെഡിയാണ്, ഇവൻ എൻ്റെ ബ്രദർ ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന്. അവിടെ നമ്മുടെ ജിയാങ് ആണെങ്കിൽ ജിന്നിന് വാണിംഗ് കൊടുക്കും, അതായത് നമ്മുടെ സിയോങ്ങിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ജിന്നിനെ വെറുതെ വിടത്തില്ല, അവനെ കൊന്നു കളയൂ എന്നും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ബൂയോങ്ങിന്റെ അമ്മയാണെങ്കിൽ അവിടെ നമ്മുടെ ജിയാങ്ങിന്റെ അടുത്തും പാർക്കിന്റെ അടുത്തും എങ്ങനെ സിയോങ്ങിനെ രക്ഷിക്കാം എന്നുള്ളൊരു മാർഗം പറഞ്ഞു കൊടുക്കുന്നതാ. അവനെ രക്ഷിക്കണമെങ്കിൽ ഫയർ ബേഡിനെ യൂസ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ബൂയോങ്ങിനെ അവിടെ തിരിച്ചേൽപ്പിക്കാനും പറയും. ഇത് കേൾക്കുന്നത് നമ്മുടെ ജിയാങ് ആണെങ്കിൽ ഒരു മാർഗവും ഇല്ലാണ്ട് അതിന് റെഡിയാവും. അവിടെ നമ്മുടെ പാർക്ക് ചോദിക്കും അല്ല ഈ ഒരു ഫയർ ബേഡിനെ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമല്ലേ. എന്നാൽ നമ്മുടെ ബൂയോങ്ങിന്റെ അമ്മ പറയുന്നത് സിയോങ്ങിനെ രക്ഷിക്കാൻ ആകെപ്പാടെ ഈ ഒരു മാർഗമേ ഉള്ളൂ എന്നാ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മളുടെ സിയോങ്ങിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അവിടെ നിൽക്കുന്നതാണ്. അവിടെ നമ്മുടെ ഗുരുജി ആണെങ്കിൽ പറയും അതായത് ഇവനെ രക്ഷിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന മുത്തിനകത്ത് അവന്റെ എനർജീനെ എല്ലാം അബ്സോർബ് ചെയ്തെടുക്കും. എന്നിട്ട് ഈ മുത്തിനെ ആരെങ്കിലും ഒരാൾ വായിൽ വെച്ചിട്ട് ഫയർ ബേർഡിന്റെ അടുത്തായിട്ട് എത്തിക്കണം. ഇവിടെയായിട്ട് നമ്മുടെ ഗുരുജി പറയുന്നത് തന്നെ ജിൻഷോ എടുത്ത് ചെയ്യാനാ. എന്നാൽ നമ്മളുടെ പാക്ജിൻ ആണെങ്കിൽ പറയും അവക്കത് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നയാള് പ്രഗ്നന്റ് ആവാനൊന്നും പാടില്ല. അവനിപ്പോ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അവിടെയായിട്ട് നമ്മുടെ ബൂയോങ് പറയും അത് ഞാൻ ചെയ്യാം, ഞാനും ജിൻ ഫാമിലിയിലെ മോളല്ലേ എന്ന്. അവിടെയായിട്ട് നമ്മുടെ ഗുരുജി പറയുന്നുണ്ട് ആ ഫയർ ബേർഡിനെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സ്വർണത്തിന്റെ ആവശ്യമുണ്ട് എന്ന്. അവിടെ നമ്മളുടെ ജിയാങ് പറയും എത്ര സ്വർണം വേണമെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, എൻ്റെ കയ്യിൽ ഒരുപാട് സ്വർണം ഉണ്ടെന്നും പറഞ്ഞാൽ അവനത് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും. എല്ലാവരെയും കണ്ട് ഭയങ്കരമായിട്ട് ഷോക്കായിരുന്നു. നമ്മളുടെ ജിയാങ്ങിന് രാജാവ് കൊടുത്ത ഉപഹാരമാണ് ഇതെല്ലാം. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സിയോങ്ങിന്റെ വായിലായിട്ട് ആ മുത്തങ്ങ് വെക്കും. എന്നിട്ട് ഗുരുജി ആണെങ്കിൽ അയാളുടെ പവേഴ്സ് യൂസ് ചെയ്ത് ആ മുത്തിനകത്തോട്ട് നമ്മുടെ സിയോങ്ങിന്റെ പവേഴ്സിനെല്ലാം ആക്കിയെടുക്കും.
അതിൻ്റെ അകത്തായിട്ട് ആ വേമും കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മുത്തിനെ എടുത്ത് നമ്മളുടെ ബൂയോങ്ങിന്റെ വായിലായിട്ട് വെച്ചു കൊടുക്കും. അവളിത് വായിൽ വെച്ചു കഴിഞ്ഞാൽ പിന്നീട് സംസാരിക്കാനോ വാ തുറക്കാനോ പാടില്ല. അങ്ങനെ അവർ നേരെ വരുന്നത് തന്നെ ആ ഫയർ ബേർഡ് ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തായിട്ടാണ്. അതിന് ചുറ്റുമായിട്ട് നമ്മളുടെ ജിയാങ്ങിന്റെ ആ സ്വർണ്ണ കട്ടികളിലെ അതെല്ലാം അടുക്കിയും വെച്ചിട്ടുണ്ട്. അവിടെയായിട്ട് നമ്മുടെ ക്രൗൺ പ്രിൻസും ഉണ്ട്. യഥാർത്ഥത്തിൽ ക്രൗൺ പ്രിൻസും ബൂയോങ്ങും നേരിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പരസ്പരം രണ്ടുപേർക്കും അറിയത്തില്ല. അതായത് ക്രൗൺ പ്രിൻസ് ആണെന്നും അതേപോലെ തന്നെ ഇതാണ് ബൂയോങ് എന്നും. അവിടെ വെച്ചിട്ട് നമ്മുടെ ക്രൗൺ പ്രിൻസ് ബൂയോങ്ങിനെ കണ്ട് ഭയങ്കര ഷോക്കാവും. അതായത് നമ്മുടെ ജിയാങ് കല്യാണം കഴിച്ച പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഇവള് തന്നെയാണെന്ന് അറിഞ്ഞിട്ട് അവിടെയായിട്ട് നമ്മുടെ ക്രൗൺ പ്രിൻസ് ബൂയോങ്ങിനെ എടുത്ത് ആ ഒരു ഗോൾഡ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നില്ലേ അതിൻ്റെ അകത്തായിട്ട് എടുത്തങ്ങ് കയറ്റും. ഇത് കാണുന്നേ നമ്മളുടെ ജിയാങ്ങിന് ചെറിയൊരു ജലസ് അടിക്കും. അവിടെയായിട്ട് ബൂയോങ് ആണെങ്കിൽ അവളുടെ പവേഴ്സ് യൂസ് ചെയ്തിട്ട് ആ ഒരു ഫയർ ബേർഡിനെ ആക്ടിവേറ്റ് ആക്കും. അതിൻ്റെ പവേഴ്സ് വെച്ചിട്ട് അവസാനം ആ ഒരു വേമില്ലേ അതിനെ അങ്ങ് പുറത്തെടുക്കും. അവളുടെ കൈ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അവിടെയായിട്ട് നമ്മളുടെ ക്രൗൺ പ്രിൻസ് ആ വേമിനെ നശിപ്പിച്ചും കളയും. അങ്ങനെ അവളുടെ കൈയൊക്കെ കെട്ടി കഴിയുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ ജിയാങ് ആണെങ്കിൽ ബൂയോങ്ങിനെ അതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് അവളെയും കൊണ്ട് വേഗം തന്നെ സിയോങ്ങിൻ്റെ അടുത്തേക്ക് ചെല്ലും. അവിടെ ചെന്നിട്ട് സിയോങ്ങിൻ്റെ വായിലായിട്ട് ആ ഒരു മുത്തില്ലേ അതിനെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കും. അങ്ങനെ അവനിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അവിടെ നമ്മളുടെ ജിയാങ് ആണെങ്കിൽ ബൂയോങ്ങിൻ്റെ അടുത്ത് വന്ന് താങ്ക് യു ഒക്കെ പറയും. അവനിപ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ തന്നെ ബൂയോങ്ങിൻ്റെ അടുത്ത് പറയും നീ ഇനി തിരിച്ച് നിന്റെ വീട്ടിലോട്ട് പോവേണ്ടതായിട്ടുണ്ട് എന്ന്. ബൂയോങ് പറയും എനിക്ക് എൻ്റെ അമ്മേനെ നന്നായിട്ടറിയാം. അമ്മ മിക്കവാറും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയത് ഈ ഒരു കാര്യം പറഞ്ഞിട്ടായിരിക്കും എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ സിയോങ് കണ്ണ് തുറക്കുന്നതാ. അവനിപ്പോൾ കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടുണ്ട്. അവിടെ ഉള്ള ഒരാളുടെ അടുത്ത് സോളിനെ പറ്റി ചോദിക്കുമ്പോൾ അയാൾ പറയും ആ പെൺകുട്ടി മരിച്ചുപോയി എന്ന്. എല്ലാവരും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ട്രൈ ചെയ്തു. അതേപോലെ തന്നെ ബൂയോങ് നിന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറയും. നമ്മളുടെ സിയോങ് ഇപ്പം നല്ല ഓക്കെ ആയിരുന്നു. അവനിപ്പോൾ വേദനയൊന്നും എടുക്കുന്നില്ല. അവിടെയായിട്ട് നമ്മുടെ മാസ്റ്റർ ലീ വരും. മാസ്റ്റർ ലീ അവിടെ പറയും അതായത് ബൂയോങ്ങിനെ 3 വർഷമായിട്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹമാണ് എന്ന്. ഉടനെ തന്നെ നമ്മളുടെ സിയോങ് ചോദിക്കും സത്യത്തിൽ ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്, അവൾ യഥാർത്ഥത്തിൽ നക്സു അല്ലേ? അപ്പോൾ നമ്മുടെ മാസ്റ്റർ ലീ എല്ലാം ക്ലിയർ ആക്കി കൊടുക്കും. യഥാർത്ഥത്തിൽ അവളുടെ ബോഡി എന്ന് പറഞ്ഞത് ബൂയോങ്ങിന്റെ തന്നെയാണ്. എന്നാൽ അവളുടെ ഉള്ളിലുള്ള ആത്മാവ് നക്സുവിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് നക്സുവിന്റെ പവേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. ഇതൊക്കെ കേട്ടിട്ട് നമ്മളുടെ സിയോങ് ഭയങ്കര ഷോക്കായി പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ബൂയോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് ജിയാങ് അവളുടെ വീട്ടിൽ വരുന്നതാ. അപ്പൊ നമ്മളുടെ ബൂയോങ് എന്തിനാ വന്നേന്ന് ചോദിക്കുന്നതും ജിയാങ് പറയും നിനക്ക് എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഐസ് സ്റ്റോണിനെ കാണാൻ പറ്റത്തില്ലേ, അതെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ മരിച്ചു പോവും. ഇത് കേൾക്കുന്ന നമ്മുടെ ബൂയോങ്ങിന് ഭയങ്കര ദേഷ്യം വരും. അതായത് അവളെ യൂസ് ചെയ്തിട്ട് ആ ഒരു സ്റ്റോണിനെ പുറത്തെടുക്കാനാണോ ഇവൻ ട്രൈ ചെയ്യുന്നത് എന്ന് ആലോചിച്ചിട്ട്. എന്നാൽ നമ്മളുടെ ജിയാങ് പറയും അതിനൊന്നും വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടേക്ക് വന്നത്, നിന്നെ തിരിച്ചെൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാ. ഇവിടെ നമ്മളുടെ ജിയാങ്ങിന് ഇപ്പോൾ ബൂയോങ്ങിൻ്റെ അടുത്ത് ചെറിയ ഫീലിങ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അവിടെയായിട്ട് അവനൊന്നും നോക്കത്തില്ല, നമ്മളുടെ ബൂയോങ്ങിന് ഒരു കിസ് അങ്ങ് കൊടുക്കും. ഇത് കാണുന്നേ ബൂയോങ് ഭയങ്കര ഷോക്കായിരുന്നു. അവിടെ നമ്മളുടെ ജിയാങ് പറയും ഞാൻ നിന്റെ അമ്മേനെ പറഞ്ഞ് സമ്മതിപ്പിക്കാം നിന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ പാർക്കും വളർത്തമ്മ എല്ലാവരോടും ചേർന്നിട്ട് നമ്മളുടെ ബൂയോങ്ങിന്റെ അമ്മേനെ എങ്ങനെ സമ്മതിപ്പിക്കുക എന്നുള്ള പ്ലാനിങ് നടത്തുമായിരുന്നു. അതായത് നമ്മളുടെ ജിയാങ്ങിന്റെയും ബൂയോങ്ങിന്റെയും കല്യാണത്തിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ബൂയോങ് ആണെങ്കിൽ സിയോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാ. അവനിപ്പോൾ ഇവിടെ നിന്ന് പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമായിരുന്നു. അവിടെയായിട്ട് നമ്മളുടെ സിയോങ് പറയും ഞാൻ എപ്പോഴും എൻ്റെ സ്വപ്നത്തിൽ ഒരാളെ സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കും. ഇത് കേൾക്കുന്നത് നമ്മളുടെ ബൂയോങ് ചോദിക്കും എന്താ നമ്മൾ രണ്ടുപേരും മുമ്പ് എപ്പോഴേലും കണ്ടിട്ടുണ്ടോ എന്ന്. ഇത് കേൾക്കുന്നേ സിയോങ് പറയും നിനക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ, നിനക്ക് നീ ആരാണെന്ന് അറിയാൻ ഒരാഗ്രഹവും ഇല്ലേ, നീ എവിടെയാണോ ജനിച്ചു വളർന്നത് അവിടെ നീ പോയി വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ഒരു സ്ഥലത്തിന്റെ പേര് പറയും. അതായത് നമ്മളുടെ നക്സുവിന്റെ ആ ഒരു കാടിന്റെ പേരാ പറയുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് നിന്റെ സത്യമെല്ലാം മനസ്സിലാവും, നീ അത് മനസ്സിലാക്കിയേ പറ്റത്തോളം എന്നൊക്കെ നമ്മളുടെ സിയോങ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. പിന്നീട് കാണിക്കുന്ന സിയോങ് നേരെ നമ്മളുടെ ആ സോളിന്റെ ഡെഡ് ബോഡി കാണാൻ വേണ്ടിയിട്ട് വരുന്നതാ. അവളുടെ ഡെഡ് ബോഡിയുടെ മുകളിലായിട്ട് നമ്മളുടെ സിയോങ് കൊടുത്ത ആ പച്ചക്കൊടയും ഉണ്ടായിരുന്നു. ഇത് കാണുന്നതും സിയോങ്ങിന് ഓർമ്മ വരുന്നതേ അന്ന് അവൻ ആ കൊട കൊടുത്ത കാര്യമാണ്. അതേപോലെ തന്നെ നമ്മളുടെ ബൂയോങ് അവളുടെ കയ്യിലുള്ള ആ ലോക്കറ്റില്ലേ അതെടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലാവും. അതായത് അവൾക്ക് ഇങ്ങനെ ഫ്ലാഷായി വന്നുകൊണ്ടിരിക്കുന്ന ആ മെമ്മറീസില്ലേ അതൊന്നും വേറെ ആരുടെയല്ല അവളുടെ ഇത് തന്നെയാ എന്ന്. അങ്ങനെ അവൾ വന്നിട്ട് നമ്മളുടെ ജിയാങ്ങിന്റെ അടുത്ത് പറയും എനിക്കിപ്പോൾ കുറേ മെമ്മറീസ് ഇങ്ങനെ ഫ്ലാഷായി വരുന്നുണ്ട്, അത് കാണുമ്പോഴല്ല എനിക്ക് തോന്നുന്നത് അതെല്ലാം എൻ്റെ മെമ്മറീസ് ആണെന്ന്. അതുകൊണ്ട് തന്നെ എനിക്കൊരു സ്ഥലം വരെ പോവേണ്ടതായിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് നമ്മളുടെ ബൂയോങ് ആ നക്സുവിന്റെ സ്ഥലമില്ലേ അവിടെ പോകണമെന്ന് ജിയാങ്ങിന്റെ അടുത്ത് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജിയാങ് അതിന് സമ്മതിക്കും. എന്നിട്ട് പറയും ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോളാം എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ സിയോങ് ആണെങ്കിൽ ബൂയോങ്ങിന്റെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാ, ബൂയോങ്ങിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ അവൻ പറയുന്നത് തന്നെ നക്സുവിന്റെ ആത്മാവല്ലേ നമ്മുടെ ബൂയോങ്ങിന്റെ ദേഹത്തുള്ളത്, അവളുടെ മെമ്മറീസ് ഉടനെ തന്നെ തിരിച്ചു വരും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ആപത്താണ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ
പറ്റത്തുള്ളൂ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മളുടെ ബൂയോങ് ആണെങ്കിൽ ആ കല്ലറയില്ലേ അതിന്റെ അടുത്തായിട്ട് വന്ന് നിൽക്കുന്നതാണ്. അവളാണെങ്കിൽ ഇപ്പൊ ആ സ്റ്റോൺ നോക്കിക്കൊണ്ട് നിൽക്കുക. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ഗുരുജിയുടെ ആ ചെറുമോളില്ലേ അവള് വരും. അവക്കിപ്പോ നമ്മളുടെ ബൂയോങ്ങിൽ നല്ല ഡൗട്ടുണ്ട്. അതായത് അവള് തന്നെയാണോ നക്സു എന്നും ആലോചിച്ചിട്ട് എല്ലാവരും നക്സുവിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നടക്കുമല്ലേ. അവിടെയായിട്ട് നമ്മളുടെ ഈ യൂനാണെങ്കിൽ പറയാൻ തുടങ്ങും. അതായത് ഇവിടെ ഉള്ളവരുടെ എല്ലാം കല്ലറയെന്ന് പറയുന്നത് സോൾ ഷിഫ്റ്റേഴ്സിന്റെ ആണ്. അതിനകത്ത് ഒരെണ്ണം നക്സുവിന്റെ ഇതുമാണ്. നീയാണ് യഥാർത്ഥത്തിലുള്ള നക്സു എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഈ യൂൻ അവളുടെ കയ്യിലിരുന്ന് ഒരു മരുന്നെടുത്ത് നമ്മുടെ ബൂയോങ്ങിന്റെ ദേഹത്തങ്ങ് ഒഴിക്കും. അതിനകത്തുള്ള ആ മരുന്ന് നമ്മുടെ ബൂയോങ്ങിന്റെ കണ്ണിലും തട്ടിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടേക്ക് സിയോങ് വരും. എന്നിട്ട് നമ്മളുടെ ഈ യൂനിനെ അങ്ങ് തടയും. അങ്ങനെ നമ്മുടെ ബൂയോങ് അവിടെ നിന്ന് പോവും. പെട്ടെന്ന് തന്നെ നമ്മുടെ സിയോങ് ചോദിക്കും, അല്ല നീ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നിനക്ക് എന്തോ ഒരു തെറ്റിദ്ധാരണയാ പറ്റിയിരിക്കുന്നേ എന്ന്. അവിടെ നമ്മളുടെ ഈ യൂൻ ചോദിക്കുന്നത് ഇവളല്ലേ യഥാർത്ഥത്തിലുള്ള നക്സു എന്നാ. ഇവിടെ വെച്ച് ഈ സീൻ കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ബൂയോങ് ആണെങ്കിൽ ഫേസ് കഴുകാൻ വേണ്ടിയിട്ട് ഒരു നദിയുടെ അടുത്ത് വന്നിരിക്കുന്നതാ. അവിടെയായിട്ട് അവൾക്ക് അവളുടെ കണ്ണ് ബ്ലൂ കളറിൽ കാണും. അതേപോലെ തന്നെ അവള് നേരെ നക്സു എപ്പോഴും ആ ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന മരവില്ലേ അതിന്റെ അടുത്തായിട്ട് വരും. പെട്ടെന്ന് തന്നെ നമ്മുടെ ബൂയോങ്ങിന് കുറെ ഓർമ്മകളൊക്കെ വരും. അതായത് നമ്മുടെ ജിയാങ്ങിന്റെ കൂടെ സ്പെൻഡ് ചെയ്ത കുറെ മൊമെന്റ്സ്. ഇതെല്ലാം കാണുന്നതും ബൂയോങ്ങിന് ഉറപ്പാവും അതായത് ഇതെല്ലാം അവളുടെ സ്വന്തം മെമ്മറീസ് ആണ് എന്ന്. അതായത് അവള് തന്നെയാണ് നക്സു എന്ന്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ചെറിയ ബൂയോങ് ഇല്ലേ അവള് പ്രത്യക്ഷപ്പെട്ടിട്ട് നമ്മളുടെ ബൂയോങ്ങിന്റെ അടുത്ത് പറയും, ഈ ബോഡിയുടെ യഥാർത്ഥ ഓണർ എന്ന് പറഞ്ഞ ബൂയോങ് ആണ്. നക്സുവിന്റെ ആത്മാവ് ഉടനെ തന്നെ ഈ ശരീരം വിട്ടു പോവും. അപ്പോ പിന്നെ കൺട്രോൾ ഏറ്റെടുക്കുന്നത് ബൂയോങ്ങിന്റെ ആത്മാവ് തന്നെ ആയിരിക്കും എന്ന്. ഇത് കേട്ടിട്ട് നമ്മുടെ ബൂയോങ്ങിന് നല്ല വിഷമം വന്നിട്ടുണ്ടായിരുന്നു. അവൾ അങ്ങനെ സിയോങ്ങിന്റെ വീട്ടിലായിട്ട് വന്നിരുന്ന് നല്ലതുപോലെ ഇരുന്ന് കരയും. അവിടെയായിട്ട് നമ്മുടെ സിയോങ് അവിടെ ഉള്ളൊരു സെർവന്റിന്റെ അടുത്ത് പറഞ്ഞേൽപ്പിക്കും, ജിയാങ്ങിന്റെ അടുത്ത് പറയണം ബൂയോങ് ഇവിടെയായിട്ട് ഇരിപ്പുണ്ട് എന്ന്. അങ്ങനെ നമ്മുടെ ജിയാങ് അവളെ കാണാൻ വേണ്ടിയിട്ട് വരും. അവിടെ നമ്മളുടെ ബൂയോങ് നല്ല സങ്കടത്തിലായിരുന്നു. അവള് പറയും, എനിക്കിപ്പോ എല്ലാം ഓർമ്മ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്കിനി ഒരിക്കലും നിന്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന്. ജിയാങ് അവിടെ എന്താ ഓർമ്മ വന്നേന്ന് ചോദിക്കും. എന്നാൽ നമ്മളുടെ ബൂയോങ് അതൊന്നും പറയാൻ റെഡി ആവത്തില്ല. അവൾ വേഗം തന്നെ അവളുടെ വീട്ടിലോട്ടേക്ക് പോവും. ബൂയോങ് അവളുടെ ആ പഴയ റൂമില്ലേ അവിടേക്ക് ചെല്ലും. അവിടെയായിട്ട് നമ്മുടെ ജിയാങ് വരും. എന്നിട്ട് അവൻ പറയും, കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ റൂം നശിപ്പിച്ച് കളയേണ്ടതായിരുന്നു. നീ ഈ റൂമിൽ തന്നെ നിൽക്കാനാണോ പ്ലാൻ? എന്തായിരുന്നാലും ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിയാങ് അവിടെ നിന്നങ്ങ് പോവും. അത് കേൾക്കുന്നത് നമ്മുടെ ബൂയോങ്ങിന് നല്ല സങ്കടം വന്നിട്ട് അവൾ നല്ലതുപോലെ ഇരുന്ന് കരയും. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മളുടെ ജിയാങ്ങിനാണെങ്കിൽ ഒരു ഡ്യൂട്ടി കിട്ടുന്നതാ. അതായത് നോർത്തിലുള്ള ഒരു ജനറലായിട്ട്. അങ്ങനെ അവന് അവിടേക്ക് പോവേണ്ടതായിട്ട് വരും. അതേസമയം തന്നെ നമ്മളുടെ ആ ക്രൗൺ പ്രിൻസിന്റെ ആമയില്ലേ അതാണെങ്കിൽ നടന്ന് നമ്മളുടെ മാസ്റ്റർ ലീയുടെ അടുത്തായിട്ട് എത്തുന്നതാ. ഇത് കാണുന്ന മാസ്റ്റർ ലീ പറയും, ഇതിന് നല്ല പോസിറ്റീവ് എനർജി ഉണ്ട്, ഇത് എന്തിനെയോ തേടിക്കൊണ്ടിരിക്കുക എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ആ ഡ്രാഗന്റെ സ്റ്റാച്യൂസിനെ എല്ലായിടത്തു നിന്നും കിട്ടുന്നതാണ്. അതേപോലെ തന്നെ അത് കിട്ടുന്ന ആ നദികളെല്ലാം ഉണങ്ങി വരണ്ടുകൊണ്ട് ഇരിക്കുമായിരുന്നു. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ ജിന്നാണെങ്കിൽ ജിൻചോയിനെ അവിടേക്ക് വിളിക്കുന്നതാണ്. എന്നാൽ നമ്മളുടെ ബൂയോങ് പറയും, വേണ്ട നീ പോവേണ്ട ആവശ്യമില്ല, ഞാൻ പൊക്കോളാം. എന്താന്ന് വെച്ചാൽ ഈ ഫാമിലിയുടെ മൂത്ത മോള് ഞാൻ തന്നെയല്ലേ. യഥാർത്ഥത്തിൽ നമ്മളുടെ ജിന്നും അതേപോലെ തന്നെ ബൂയോങ്ങിന്റെ അമ്മയുമായിട്ട് അവിടെ ഒരു വലിയ വഴക്ക് തന്നെ നടന്നിട്ടുണ്ട്. ഈ ജിന്നെന്ന് വെച്ചാൽ ബൂയോങ്ങിന്റെ അമ്മയുടെ സ്റ്റെപ്പ് ബ്രദറാണ്. അയാൾക്കാണെങ്കിൽ ജിൻ ഫാമിലിയിലുള്ള എല്ലാ സ്വത്തുക്കളുടെ അവകാശം വേണം. ജിൻ ഫാമിലിയിൽ ഒരുപാട് പ്രഷ്യസ് ആയിട്ടുള്ള ഒരുപാട് മാന്ത്രിക ഉപകരണങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം അയാൾക്ക് സ്വന്തമാക്കാനാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ അയാള് ബൂയോങ്ങിന്റെ അമ്മയുടെ കുറെ തെറ്റുകളൊക്കെ കണ്ടുപിടിച്ചിട്ട് അതെല്ലാം കൂടി ചേർത്ത് നാളെ ഒരു അസംബ്ലി കൂട്ടി അവിടെ വെച്ചിട്ട് ബൂയോങ്ങിന്റെ അമ്മേനെ എല്ലാത്തിന്റെയും ലീഡർഷിപ്പിൽ നിന്നും പുറത്താക്കൂ എന്നൊക്കെ പറഞ്ഞ് അയാൾ വരട്ടും. അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടും കൂടെ തന്നെ ആ ജിൻ ഫാമിലിയുടെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ കളറിലെ ബാഡ്ജുണ്ട്, അതും അയാൾക്ക് വേണം എന്ന് പറയും. അത് കിട്ടുന്നവരായിരിക്കും ആ ജിൻ ഫാമിലിയുടെ അടുത്ത ലീഡർ. ജിൻ ഇപ്പോൾ നമ്മളുടെ ബൂയോങ്ങിനെ അവിടേക്ക് വിളിച്ചിരിക്കുന്നതും ആ ഒരു ബാഡ്ജും കൊണ്ട് വരാൻ വേണ്ടിയിട്ടാ. വരുന്ന വഴിയിൽ നമ്മുടെ ബൂയോങ്ങിന് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരും. അതായത് ജിന്നാണ് അവളെ കുഞ്ഞിലെ വന്ന് മീറ്റ് ചെയ്തതും അവളെ മാനിപ്പുലേറ്റ് ചെയ്ത് എല്ലാവർക്കും എതിരെയുള്ള നക്സു എന്ന് പറയുന്ന ഒരു അസാസിനാക്കി മാറ്റിയതും എല്ലാം ജിന്നാണെന്ന് അവൾ ഓർക്കും. അവളിപ്പോൾ അയാളെ കാണുന്നതിൽ നല്ല എക്സൈറ്റഡും ആയിരുന്നു. അവൾ അങ്ങനെ നടന്നു വരുന്ന വഴിയിൽ വെച്ചിട്ട് നമ്മളുടെ ആമയില്ലേ അതിനെ കാണും. ഇത് കാണുന്നതും അവളങ്ങ് ഭയങ്കര സർപ്രൈസ്ഡ് ആയി പോവും. കൂട്ടത്തിൽ തന്നെ ആ ആമേനെയും കൊണ്ട് നമ്മളുടെ ബൂയോങ് ആ ജിന്നിനെയും അതേപോലെ തന്നെ ബൂയോങ്ങിന്റെ
അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് വരും. ബുയോങ്ങിന്റെ അമ്മയാണെങ്കിൽ അവളുടെ അടുത്ത് ചോദിക്കും, നീ എന്തിനാ ഇതിനകത്ത് ആവശ്യമില്ലാണ്ട് തലയിടുന്നത് എന്ന്. അവിടെ ബുയോങ് വന്നിരിക്കുന്നതന്നെ അവരുടെ ആ ഒരു ഫാമിലി ബാഡ്ജ് കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ. നമ്മളുടെ ബുയോങ്ങിന്റെ അമ്മ ആ ഒരു ബാഡ്ജിനെ ജിന്നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അയാളുടെ മുമ്പിലായിട്ട് മുട്ടുകുത്തി ഇരിക്കാനായിട്ട് ഒരുങ്ങുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ ബുയോങ് ചോദിക്കും, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എന്തായിരുന്നാലും ഈ ഒരു ബാഡ്ജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മളുടെ ഫാമിലിയിൽ ആരുമില്ല എന്ന് കരുതിയിട്ടാണോ? എനിക്ക് അതിനുള്ള പവേഴ്സ് ഉണ്ട്, ഞാനത് പ്രൂവ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബാഡ്ജ് വാങ്ങിക്കാണ്ടിരിക്കുവോ എന്ന് ചോദിക്കും. ഇത് കേൾക്കുന്നേം ജിന്ന് അതിന് സമ്മതിക്കും. അവൻ ചോദിക്കും, നിനക്ക് ഓർമ്മയൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെയാ നിനക്ക് നിന്റെ പവേഴ്സ് കിട്ടാൻ? നീ നിന്റെ പവേഴ്സ് എൻ്റെ മുമ്പിൽ പ്രൂവ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്യത്തില്ല എന്ന്. അവിടെ നമ്മളുടെ ബോയോങ് അവളുടെ അമ്മയെടുത്ത് പറയും, നിങ്ങൾ നിങ്ങളുടെ മോളുടെ പവേഴ്സിൽ വിശ്വസിക്കണം എന്ന്. അങ്ങനെ നമ്മളുടെ ജിന്നാണെങ്കിൽ ഇവ കൊടുത്തിരിക്കുന്ന ടാസ്ക് തന്നെ ഒരു വലിയൊരു പ്രിസൺ പോലത്തെ സംഭവമുണ്ട്. അതൊരു മാജിക്കലായിട്ടുള്ള പ്രിസണാണ്. അതിനകത്ത് പോയിട്ടുള്ള ആരും തന്നെ ഇതുവരേക്കും തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ അയാൾ പറയും, യഥാർത്ഥത്തിൽ ബൂയോങ്ങിൻ്റെ പവേഴ്സ് വെച്ചിട്ട് അവർക്ക് നിഷ്പ്രയാസം അവിടെ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റും. നിങ്ങളുടെ ഈ ഒരു ബാഡ്ജിനെ ഞാൻ ഇതിൻ്റെ അകത്തോട്ടിടാം. നീ പോയി ഈ ഒരു ബാഡ്ജ് കണ്ടുപിടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിന്റെ കഴിവിനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും നിന്റെ ആ ഒരു കഴിവിൻ്റെ പേരിൽ ഞാനിത് സ്വന്തമാക്കാതിരിക്കുകയും ചെയ്യാം എന്ന് പറയും. ഇത് കേൾക്കുന്ന ബൂയോങ് അതിന് റെഡിയാവും. അവിടെയായിട്ട് ബൂയോങ്ങിന്റെ അമ്മ ചോദിക്കും, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ക്രൂരതയല്ലേ എന്ന്. എന്താന്ന് വെച്ചാൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ പോലും പോയിട്ട് ഇതുവരെയും അതിന്ന് തിരിച്ചു വന്നിട്ടില്ല. എന്നാൽ നമ്മളുടെ ബൂയോങ് അതിന് റെഡിയായിരുന്നു. അവളുടെ കയ്യിലായിട്ട് ആ ആമയും ഉണ്ട്. അങ്ങനെ ആ ഒരു ബാഡ്ജ് തേടി നമ്മളുടെ ബൂയോങ് അതിന്റെ അകത്തോട്ട് ചെന്ന് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് അതൊരു വലിയ സ്ഥലമായിരുന്നു. ഇത് കണ്ട് നമ്മളുടെ ബൂയോങ് ഭയങ്കര ഷോക്കാകും. എന്താന്ന് വെച്ചാൽ ഇത്രയും ചെറിയൊരു ബാഡ്ജ് ഇത്രയും വലിയൊരു സ്ഥലത്ത് നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാനാ എന്ന് ആലോചിച്ചിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയ കാട് പോലെ ഉണ്ടായിരുന്നു. അവളുടെ കൂടെ തന്നെ ആ ആമയും ഉണ്ട്. അവൾ അതിനെ ഫോളോ ചെയ്താൽ നടന്നു പോകുന്നത്. അങ്ങനെ ഒരു കാട്ടിലായിട്ട് എത്തുന്നതും അവിടെ ഒരു അസ്ഥിക്കൂടത്തിന്റെ അകത്തായിട്ട് ബ്ലൂ കളറിൽ എന്തോ ഒന്ന് നല്ലതുപോലെ തിളങ്ങുന്നത് കാണും. നമ്മുടെ ബൂയോങ് നല്ലതുപോലെ ക്യൂരിയസ് ആയിട്ട് അതെടുക്കാൻ ചെല്ലുന്നതും അവിടെയായിട്ട് ഒരു സോൾ ഷിഫ്റ്ററിന്റെ ആത്മാവ് വന്ന് നമ്മുടെ ബൂയോങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. അതൊരു മോൺസ്റ്ററിനെ പോലെ ഉണ്ടായിരുന്നു. ഇത് കണ്ട് ബൂയോങ് നല്ലതുപോലെ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവും. എന്നാൽ അവൾക്കാണെങ്കിൽ ഇനി രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലാന്നറിയുന്നതും പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ ജിയാങ് വന്ന് അവളെ എങ്ങ് രക്ഷിക്കും. അവനവിടെ നോക്കുമ്പോൾ എന്തുവാ, നമ്മളുടെ ബൂയോങ്ങിന്റെ കണ്ണ് നല്ലതുപോലെ തിളങ്ങി നിൽക്കുക. അവൻ ചോദിക്കും, ഇതെന്തുവാ നിന്റെ കണ്ണില് എന്ന്. നീ യഥാർത്ഥത്തിൽ ആരാ എന്നും ചോദിക്കും. ഇവിടെ നമ്മളുടെ ബൂയോങ് അവനെ കണ്ട് ഭയങ്കര ഷോക്കായിട്ട് നിൽക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.